ടോപ്പ് ട്യൂഷൻ്റെ സോഷ്യൽ സയൻസ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 12th ചാപ്റ്ററായ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ 2 പാർട്ടാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി എന്താണ്, അതുപോലെ ലോക്കൽ ഹിസ്റ്ററി എന്താണെന്നാണ്, പിന്നെ ഹിസ്റ്ററിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ അതിൽ ചില സോഴ്സസ് പറയുന്നത് ആർക്കിയോളജിക്കൽ റിമൈൻസ്, മോണ്യുമെൻറ്റ്സ്, ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് എന്നിവയൊക്കെയാണ്. ആദ്യം ഹിസ്റ്ററി എന്താണ്, ലോക്കൽ ഹിസ്റ്ററി എന്താണെന്ന് പഠിക്കാം. ഒരു വിശാലമായ പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നതിനാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ കേരള ഹിസ്റ്ററി. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റിട്ടൺ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ പുരാവസ്തു എവിഡൻസസ് അല്ലെങ്കിൽ ചരിത്രാവശിഷ്ടങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്നത്. ലോക്കൽ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഒരു ചെറിയ പ്രദേശത്തെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള ഒരു മിനിറ്റ് ലെവൽ എൻക്വയറിയാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിനകത്ത് ലോക ചരിത്രം ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ സംഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൊല്ലങ്കോട് ഹിസ്റ്ററി. അപ്പോൾ ആ ഒരു പ്രദേശത്തെ ഉത്സവങ്ങളും അതുപോലെ അവിടുത്തെ പാചക രീതികൾ, അവരുടെ ആചാരങ്ങൾ, ട്രഡീഷൻസ് ഇവയെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടുത്തെ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്നത്. ഹിസ്റ്ററി എഴുതുന്നതിനുള്ള സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. പല ആദ്യം വരുന്നതാണ് ആർക്കിയോളജിക്കൽ റിമൈൻസ്. ഇത് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് മോണ്യുമെൻറ്റ്സ്, ലിറ്റററി വർക്ക്സ്, ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആണ്. ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്ന എന്തിനേയും നമ്മൾ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിസ്റ്റോറിക്കൽ സോഴ്സസിലെ ഒരു സോഴ്സസ് ആയിരുന്നു ആർക്കിയോളജിക്കൽ സോഴ്സസ്. ഇതിനെ നമ്മൾ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ലിറ്റിക് മോണ്യുമെൻറ്റ്സ്, കേവ്സ്, ഏൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ്, പാലസസ്, കോയിൻസ്. ആർക്കിയോളജിക്കൽ സോഴ്സസ് വന്നിട്ട് അവ ഉണ്ടാക്കിയ കാലഘട്ടത്തിലെ ലൈഫിനെ കുറിച്ചിട്ടുള്ള എവിഡൻസും ഇൻഫർമേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഹിസ്റ്റോറിക്കൽ സോഴ്സസിന് ഒരു ചുരുക്ക രൂപമാണ് ഈ കാണുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ സോഴ്സസിനെ നമ്മൾ ആർക്കിയോളജിക്കൽ സോഴ്സസ്, അതുപോലെ മോണ്യുമെൻറ്റ്സ്, ലിറ്റററി വർക്ക്സ്, ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പർ, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യാൻ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ് ഇതൊക്കെ. പിന്നെ വീണ്ടും ഈ ആർക്കിയോളജിക്കൽ സോഴ്സസ് വന്നിട്ട് ലിറ്റിക് മോണ്യുമെൻറ്റ്സ്, കേവ്സ്, ഇൻസ്ക്രിപ്ഷൻ, പാലസസ്, കോയിൻസ് ആക്കിയിട്ട് ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സോഴ്സിൽ വരുന്ന ലിറ്റിക് മോണ്യുമെൻറ്റ്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് 2 മോണ്യുമെൻറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് മോണോലിത്തിക് മോണ്യുമെൻറ്റ്സും പിന്നെ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്. മോണോലിത്തിക് മോണ്യുമെൻറ്റ്സ് പറയുന്നത് ഒരു പ്രദേശത്തിലുള്ള ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് ആണ്. മെഗാലിത്തിക്കൽ മോണ്യുമെൻറ്റ്സ് പറയുന്നത് പണ്ട് കാലത്ത് ബിൽഡ് ചെയ്ത, അതായത് ഒരു വലിയൊരു കല്ല് വെച്ചിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള മോണ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ മോണ്യുമെൻറ്റ്സിൽ നിന്നും നമുക്ക് പഴയ കാലത്തിനെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ ഏഷ്യൻ ടൈംസിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഈ ലിത്തിക് മോണ്യുമെൻറ്റ്സ് ഒക്കെ മെയിനായിട്ട് കാണപ്പെടുന്നത് ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറത്തൊക്കെയാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പൂർവികരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനാണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിത്തിക് മോണ്യുമെൻറ്റ്സിൽ വരുന്നതാണ് നന്നൻഗഡീസ് പറയുന്നത്. ഇതൊരു കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കലമാണ്. ഇത് യൂസ് ചെയ്തത് മെഗാലിത്തിക് പീരീഡിലാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ മൃതശരീരങ്ങൾ സംസ്കരിക്കാനാണ്. അതായത് മൃതശരീരങ്ങൾ ഈ ഒരു കലത്തിൽ ഇട്ടിട്ട് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് വരുന്ന ആർക്കിയോളജിക്കൽ സോഴ്സ് ആണ് കേവ്സ് എന്ന് പറയുന്നത്. കേവ്സ് പറഞ്ഞാൽ ഗുഹ. നമ്മുടെ കേരളത്തിലുള്ള കേവ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഏൻഷ്യൻ ഹിസ്റ്ററിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കേരളത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് കേവ്സ് പറയുന്നത് എടക്കൽ കേവ്സ് ആണ്, അതായത് വയനാട്ടിലാണ് അതുള്ളത്. പിന്നെ മറയൂർ കേവ്സ് ഇടുക്കിയിലുള്ളത്. ആൻകോട് കേവ്സ് അത് തിരുവനന്തപുരത്താണുള്ളത്. പിന്നെ തേന്മല ആൻഡ് കോട്ടുക്കൽ കേവ്സ് വന്നിട്ട് കൊല്ലത്താണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേവ്സിലുള്ള എടക്കൽ കേവ് ആണ്. അപ്പോൾ എടക്കൽ കേവ് പറയുന്നത് ഈ കേരളത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേവ് ആണ്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലുള്ള സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഒരു 10 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഈ ഒരു കേവിനകത്ത് നമുക്ക് കുറേ പിക്ചേഴ്സ് കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ സ്റ്റോൺ ഏജിലുള്ള ആളുകളെ കുറിച്ചും അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടും നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നതാണ്.
ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആർക്കിയോളജിക്കൽ സോഴ്സസിൽ വരുന്ന ഏൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. ഇപ്പൊ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികര് മെസ്സേജസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ചിത്രത്തിന്റെ രൂപത്തിൽ ഓലയിലോ അല്ലെങ്കിൽ സ്റ്റോൺസിൽ അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റ്സിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പഠനത്തിന് നമ്മൾ എപ്പിഗ്രാഫി എന്നാണ് പറയാറ്. നമ്മുടെ കേരളത്തിൽ കാണപ്പെട്ടിരുന്ന മേജർ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് കൊല്ലത്തിലുള്ള തരിശപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആണ്, അതുപോലെ മട്ടാഞ്ചേരിയിലുള്ള ജൂയിഷ് കോപ്പർ പ്ലേറ്റ്, ആലപ്പുഴയിലുള്ള പാലിയം കോപ്പർ പ്ലേറ്റ് എന്നിവയൊക്കെയാണ്. ആർക്കിയോളജിക്കൽ സോഴ്സിൽ വരുന്ന മറ്റൊരു സോഴ്സാണ് ഫോർട്സ് എന്ന് പറയുന്നത്. ഫോർട്സ് വന്നിട്ട് ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മിലിറ്ററി പർപ്പസിനോ ട്രേഡിനോ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു സോഴ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഹിസ്റ്ററി എഴുതാവുന്നതാണ്. കേരളത്തിൽ വരുന്ന മേജർ ഫോർട്സ് ആണ് ഒന്ന് ബേക്കൽ ഫോർട്ട്, പിന്നെ കണ്ണൂർ ഫോർട്ട്, പിന്നെ നമ്മുടെ സ്വന്തം പാലക്കാട് ഫോർട്ട്, പിന്നെ വരുന്നതാണ് അഞ്ചുതെങ്ങ് ഫോർട്ട്. ഇപ്പൊ ഫോർട്ടിൽ തന്നെ ഫേമസ് ആയ ഫോർട്ടാണ് ബേക്കൽ ഫോർട്ട്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാം. ബേക്കൽ ഫോർട്ട് വന്നിട്ട് 17th സെഞ്ചുറിയിൽ കേരളത്തിൽ ബിൽഡ് ചെയ്ത ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഫോർട്ടാണ്. അപ്പൊ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള പള്ളിക്കര വില്ലേജിലാണ്. ഈ ഫോർട്ടിനകത്ത് ഒളിത്താവളങ്ങൾ ഉണ്ട്, അതുപോലെ തന്നെ വെള്ളം സംഭരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ കടലിലൂടെ വരുന്ന ശത്രുക്കളിനെ നേരിടാനുള്ള ഒരു സ്പേസും ഇതിനകത്ത് ഉണ്ട്. നെക്സ്റ്റ് വരുന്ന ആർക്കിയോളജിക്കൽ സോഴ്സ് ആണ് പാലസസ്. പാലസസ് പറഞ്ഞാൽ കൊട്ടാരം എന്ന അർത്ഥം. അതായത് പണ്ട് കാലത്ത് ഈ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ വീടിനെയാണ് പാലസസ് എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിൽ ഇതുപോലത്തെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ പാലസസ് ഉണ്ട്. അതിൽ ചിലതാണ് പത്മനാഭപുരം പാലസ്, പിന്നെ മട്ടാഞ്ചേരി പാലസ്, കിളിമന്നൂർ പാലസ്, അറക്കൽ പാലസ്, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് കൃഷ്ണപുരം പാലസ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പാലസ് വന്നിട്ട് പത്മനാഭപുരം പാലസ് ആണ്. ആർക്കിയോളജിക്കൽ സോഴ്സിൽ വരുന്ന മറ്റൊരു സോഴ്സ് ആണ് കോയിൻസ്. അപ്പൊ കോയിൻസ് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കോയിൻസ് യൂസ് ചെയ്തിരുന്ന കാലഘട്ടത്തിലെ എക്കണോമിക് അതുപോലെ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററിയുടെ ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ കോയിൻസിൽ നിന്ന് കിട്ടിയിരുന്നത്. അപ്പൊ കോയിൻസിന്റെ പഠനത്തിനെ വിളിച്ചിരുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നായിരുന്നു. പണ്ട് കാലത്ത് യൂസ് ചെയ്ത കോയിൻസ് വന്നിട്ട് കാശ്, അച്ച്, പണം എന്നിവയൊക്കെയാണ്. അപ്പൊ പണ്ടൊക്കെ ഗോൾഡ് കോയിൻസിനെ പറഞ്ഞിരുന്നത് പൊൻപണം എന്നായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആണ്. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഹിസ്റ്ററിയെ സൂചിപ്പിക്കുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ പ്ലേസിനെയാണ്. ഇപ്പൊ കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ചിലതാണ് താളി ടെമ്പിൾ, മിഷ്കാൽ മോസ്ക്, ദേവമാതാ കത്തീഡ്രലും, അതുപോലെ സീ ബ്രിഡ്ജും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആണ്. അപ്പൊ അതിന്റെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. അല്ല, ആദ്യം വരുന്നത് കരുമാടിക്കുട്ടൻ മെമ്മോറിയൽ ആണ്. അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആലപ്പുഴയിലാണ് കരുമാടിക്കുട്ടൻ മെമ്മോറിയൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജ് ഓഫ് പുനലൂർ, തൂക്കുപാലം എന്ന് പറയും. അപ്പൊ ഇത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. കൊല്ലത്താണ് ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഓഫ് പുനലൂർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് വന്നിട്ട് സിനാഗോഗ് പറഞ്ഞൊരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആണ്. അപ്പൊ ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പൊ ഇത് എറണാകുളത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ചന്ദ്രഗിരി ഫോർട്ടാണ്. അപ്പൊ ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. കാസർഗോഡാണ് ഈ ഒരു മോണുമെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് വാഗൺ ട്രാജഡി മെമ്മോറിയൽ. അപ്പൊ ഇതെവിടെ ലൊക്കേറ്റ് ചെയ്ത് നോക്കാം. മലപ്പുറത്താണ് ഈ ഒരു മോണുമെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ സോഴ്സിൽ വരുന്ന മറ്റൊരു സോഴ്സ് ആണ് ലിറ്ററസി സോഴ്സസ്. അപ്പൊ ലിറ്ററേച്ചർ പറഞ്ഞാൽ സാഹിത്യം എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഏൻഷ്യൻ ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരുന്ന ഒരു ലിറ്ററേച്ചറാണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അത് എഴുതിയിരിക്കുന്നത് തമിഴ് ഭാഷയിലാണ്. പിന്നെ നമ്മുടെ നാടുവാഴി സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അതിന്റെ കൾച്ചറിനെ കുറിച്ചിട്ടും എഴുതിയിട്ടുള്ള ഒരു ലിറ്ററേച്ചറാണ് മണിപ്രവാള എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ലിറ്ററേച്ചറാണ്, അതായത് മിഡീവിയൽ പീരീഡിലുള്ള സാധാരണക്കാരനെ കുറിച്ച് അതിന്റെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു ലിറ്ററേച്ചറാണ് വടക്കം പാട്ടുകൾ, മലബാറിലുള്ള വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ പറഞ്ഞ ലിറ്ററേച്ചറാണ്. അപ്പൊ ഇതിനകത്ത് മലബാറിലുള്ള സോഷ്യൽ ഹിസ്റ്ററിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് നൽകുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ സോഴ്സിൽ വരുന്ന മറ്റൊരു സോഴ്സാണ് ട്രാവലോഗ്സ്.
ട്രാവലോഗ്സ് വന്നിട്ട് സ്പെഷ്യൽ ഇവന്റ്സ്, കൾച്ചർ, പ്ലേസസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. അപ്പോൾ ഈ കാണുന്നത് അബ്ദുൾ റസാഖ് പറഞ്ഞൊരു പേർഷ്യൻ ട്രാവലർ കോഴിക്കോട് പോർട്ടിനെ കുറിച്ചിട്ട് എഴുതിയൊരു ട്രാവലോഗാണ്. ഇപ്പോൾ ട്രാവലോഗ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി എഴുതാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആണ്, ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പേഴ്സ് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ആണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഫോറിൻ റൂൾസിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് ഈ ന്യൂസ് പേപ്പേഴ്സിലൂടെ കിട്ടുമായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഹിസ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഫുൾ നോളേജ് നമുക്ക് കിട്ടിയിരുന്നതും ന്യൂസ് പേപ്പറിൽ നിന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ആണെന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പഠിച്ച ക്ലാസ്സിന്റെ ഒരു സമ്മറിയാണ് ഈ ഒരു പേജിൽ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ പഠിച്ചത് ഹിസ്റ്ററി എഴുതാനുള്ള സോഴ്സസിനെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പഠിച്ചത് കേരളത്തിലുള്ള ആർക്കിയോളജിക്കൽ റിമെയിൻസും അതുപോലെ കേരളത്തിൽ വരുന്ന മോണിമെന്റ്സ്, ലിറ്റററി വർക്ക്സ്, അതുപോലെ ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.